മെയ് 16-ന് മലയാളത്തിൽ നിന്നും പ്രധാനമായിട്ട് 2 റിലീസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗുരുവായൂർ അമ്പലനടയിലും മറ്റൊന്ന് ഹൃദയഹാരിയായ പ്രണയകഥയും. ഇതിൽ ഞാൻ ആദ്യം കണ്ടത് ഗുരുവായൂർ അമ്പലനടയിലാണെന്നുണ്ടെങ്കിലും ഹൃദയഹാരിയായ പ്രണയകഥയാണ് ഞാൻ ആദ്യം റിവ്യൂ ചെയ്യുന്നത്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. മലയാളത്തിൽ അങ്ങനെ ഒരു പേര് കേട്ടൊരു സ്പിൻ ഓഫ് മൂവി വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് പിന്നീട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ഒരു സ്പിൻ ഓഫ് പോലെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യമായിട്ട് ഈ പറഞ്ഞ പടമായിരിക്കും. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ ഒരു 3-4 പടങ്ങൾ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു മുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള ഒരു ഒറ്റപ്പടം തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ക്രാഫ്റ്റിൽ നമുക്ക് മതിപ്പുണ്ടാക്കുന്ന ഒരു വർക്കാണ്. അതിനുശേഷം ഇന്നാത്താൻ കേസുകോട് എന്നുള്ളൊരു ഗംഭീര പടവും പുള്ളി ഇറക്കിയിട്ടുണ്ടായി. ഇതിനിടയിൽ വന്നിരുന്നത് കനകം കാമിനി കലഹം എന്നുള്ളൊരു സിനിമയായിരുന്നു. അത് അത്രയും ഒരു മെച്ചപ്പെട്ട റിവ്യൂവോ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഓട്ടമോ പടത്തിനുണ്ടായിരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, പുള്ളി ഗംഭീരമായിട്ടുള്ള പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു ആളാണ്. നോർത്ത് മലബാർ കണ്ണൂർ കാസർഗോഡ് സൈഡിലാണ് പുള്ളിക്കാരൻ്റെ കഥകൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എന്നാത്താൻ കേസുകോട് എന്നുള്ള സിനിമയിലുള്ള പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സ് നമ്മുടെ സുരേഷൻ കാവന്താഴവും അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള സുമലതയും. രാജേഷ് മാധവനാണ് സുരേഷൻ, ചിത്രയാണ് സുമലതയായിട്ട്. സുരേഷ് ഏട്ടൻ്റെ കെയറിങ്ങും അംഗൻവാടി ടീച്ചറുടെ റീൽസും 1000 കണ്ണുമായി എന്നുള്ള ഓട്ടോറിക്ഷയൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. സോ അവരുടെ മാത്രം സ്റ്റോറി, അവരുടെ ആ ഒരു പ്രണയകഥയെ കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങോടുകൂടി വന്ന് എടുത്തിരിക്കുന്നൊരു സിനിമയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. വേറൊരു പ്രത്യേക തരം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പടം. ഇതുവരെ നമ്മൾ ആൾക്കാരും കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. മലയാളത്തിലൊരു ശരിക്കും ഒരു പക്ക പരീക്ഷണ ചിത്രം തന്നെയാണ്. ഇതിൻ്റെ കഥ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ഇതിനകത്ത് 60കൾ കാണിക്കുന്നുണ്ട്, 90കൾ കാണിക്കുന്നുണ്ട്, പിന്നെ പ്രസൻറ്റ് 2020 കാണിക്കുന്നുണ്ട്. ആകെ കൂടെ എന്താണ് സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കൊന്നും അത്ര കണക്റ്റ് ആവില്ല. ഞാനും ആ ഒരു കൺഫ്യൂഷനോട് കൂടി തന്നെയാണ് പടം കാണാനായിട്ട് പോയത്. പക്ക ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ തന്നെയാണ്. ഡ്രാമ എന്നുള്ളത് ശരിക്കും ഡബിൾ ഇൻവേർട്ടഡ് കോമയിലിടണം. പടത്തിനകത്തൊരു ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന പോലെ പടത്തിനകത്ത് ഒരു വലിയ ഡ്രാമ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. നാടകം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. ഡ്രാമ ഇതിനകത്തൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സിനിമയിലൊരു പാതിയോളം തന്നെ ഈ ഡ്രാമയിൽ നടക്കുന്ന സംഗതികൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ നാട്ടിൻ പുറത്തെ കഥാപാത്രങ്ങൾ തന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സായിട്ട് വരികയും അങ്ങനെ ഒരു ഭയങ്കര രസവും അതിനനുസരിച്ചുള്ള കോമഡി വിശ്വം പോലെ കോമഡിയുണ്ട്. നല്ല ഗംഭീരമായിട്ട് വർക്കായിട്ടുമുണ്ട് കോമഡികളെല്ലാം. പക്ഷേ ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസാണ് ആളുകൾക്കത് അത്ര അങ്ങ് കണക്റ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ട്. ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ ഒരു ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് 60കളിലേക്ക് പോകുന്നു, പെട്ടെന്ന് 90കളിലേക്ക് പോകുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അത് എങ്ങനെ വർക്കായി എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് ഇത് ചെയ്യുക. ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് കോമഡി ജാണറിലുള്ള മൂവിയാണ്. ശരിക്കും ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ്, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഈ പടം മുഴുവൻ. മലയാളത്തിൽ ഇതുപോലൊരു പടം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനകത്ത് ഒരുപാട് സറ്റേറിക്കലായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സിനിമാ മേഖലയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പൊതുവിൽ റിവ്യൂവിൽ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടാണ്. ഇതിനകത്ത് ടെക്നിക്കൽ സൈഡൊന്നും പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഭയങ്കര ഗംഭീര സംഭവം നിങ്ങളൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മലയാളത്തിൽ ഇറങ്ങുന്ന പരീക്ഷണ ചിത്രങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. വേറൊരാൾക്ക് ഇനി ഇതുപോലൊരു സിനിമ എടുക്കാനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു സിനിമ എടുക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും ഇതുപോലുള്ള സിനിമകൾ ഫാമിലിയായിട്ട് പോയി ഇരുന്ന് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്ത് അതിനെയൊക്കെ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ ഈ പറഞ്ഞ പോലുള്ള സാധാരണ ഊള കോമഡികളും ഡബിൾ മീനിങ് കോമഡികളും ഒക്കെ വെച്ച് ഒരുപാട് പടങ്ങൾ വന്ന് പണം വാരി പോകുന്നുണ്ട്. അപ്പം അതങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ വെക്കേഷൻ തീരാൻ പോവുകയാണ്. നിർബന്ധമായിട്ടും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. മലയാള സിനിമ ശരിക്കും അതിൻ്റെ നല്ലൊരു സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകളെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പെർഫോമൻസിൽ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട്. നമ്മുടെ സുരേഷൻ കാവന്താഴമായി വന്നിട്ടുള്ള രാജേഷ് മാധവനെ നമുക്കെല്ലാവർക്കും അറിയാം. മഹേഷിൻ്റെ പ്രതികാരത്തിൽ ആ നെല്ലിക്കക്കൊട്ട തട്ടിമറിച്ചിട്ട് കള്ളനോട്ടവുമായിട്ട് വന്ന ആളാണ്. ദിലീഷ് പോത്തൻ്റെ ഡയറക്ടർ ടീമിലൂടെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അഭിനേതാവായും ഒരുപാട് ചെറിയ ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ചു വരികയും പുള്ളിക്കാരൻ ശരിക്കും മലയാളികൾക്ക് കൃത്യമായി കണക്റ്റ് ആവുന്ന ഒരു റോള് ഇന്നാത്താൻ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പടങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്.
അതേപോലെ സുമലത എന്നുള്ള ക്യാരക്ടറിലുള്ള ചിത്ര, പുള്ളിക്കാരി നമ്മൾ കാണുന്നത് നാത്താൻ കേസുകൂട് എന്നുള്ള പടത്തിനകത്താണ്. ഇൻട്രൊഡ്യൂസിങ് സുധീഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എത്രയോ കൊല്ലങ്ങളായി സുധീഷ് എന്നുള്ള ആക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സുധീഷ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന കാലം തൊട്ട്, നമ്മളൊരു 80s സിനിമകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഒരു 55-60 വയസ്സുകാരനായ ഒരു നായികയുടെ അച്ഛനായിട്ട് പെർഫോം ചെയ്യാണ്. മലയാളത്തിൽ എത്രയോ 10-40 കൊല്ലമായി ഇദ്ദേഹം നിറസാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് സുധീഷ് എന്ന് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു ലെവൽ പെർഫോമൻസാണ് ഈ പടത്തിനകത്തുള്ളത്. അതേപോലെ നമ്മൾ ജിനു ജോസഫ്, കൊസ്തേപ്പായിട്ടുള്ള ജിനു ജോസഫിൻ്റെ ഒരു വേറൊരു ലെവൽ പെർഫോമൻസ് ഉണ്ട്. അതേപോലെ ശരണ്യ രാമചന്ദ്രൻ, നമ്മൾ മറഡോണയിലെ നായികയായിട്ട് അഭിനയിച്ചു. പുള്ളിക്കാരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ട സംഗതികളാണ്. ബാക്കി ആരും മോശമാണ് എന്നല്ല, ബാക്കി ആൾക്കാരുടെ പേര് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഈ പടത്തിലെ ഫുൾ കാസ്റ്റാണ് നമ്മൾ പറയേണ്ടി വരും. ഇത് നമുക്ക് അറിയാവുന്നവരും പ്രധാന കഥാപാത്രങ്ങളും, ഇവരുടെ പ്രധാന കഥാപാത്രങ്ങൾ തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ സൈഡ് റോൾ, ഒരു സീനിൽ വന്നിട്ട് പോകുന്ന ആളുൾപ്പെടെ അവരുടെ പെർഫോമൻസ് അത്ര ഗംഭീരമാണ്. ശരിക്കും നിങ്ങൾക്ക് നാടകമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പടമൊക്കെ പോയി കണ്ടിരിക്കണം. ഞാൻ ചെറുപ്പകാലം തൊട്ട് നാടകത്തിൻ്റെയൊക്കെ പുറകെ നടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സംഭവങ്ങൾ കുറേയൊക്കെ കണക്റ്റായി. നല്ല രസമുള്ളൊരു മൂവിയാണ്. ഇപ്പോൾ നിങ്ങളിത് തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് OTT വരുമ്പോഴത്തേക്ക് ഇത് എന്തൊരു ഗംഭീര പടം, ഇങ്ങനൊരു പടം വന്നത് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരവസ്ഥ വന്നത്. ഞാൻ കണ്ട തിയേറ്ററിലും ആ കൂടെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഈ പടം ആദ്യം റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കുന്നത്. കൂടുതൽ ആളുകൾ കാണണം ഇത്. പിന്നെ എവരിവൺ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. എല്ലാവർക്കും ഈ സിനിമ, ഇങ്ങനെയുള്ള ഒരു സിനിമ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നും ഇല്ല. എന്നാലും നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ടോട്ടലി നിങ്ങൾക്ക് പടം ചിലപ്പോൾ വർക്കായില്ലെങ്കിൽ ഇതിനകത്തുള്ള കോമഡികൾ ശരിക്കും നന്നായിട്ട് വർക്കാവും. നല്ല രീതിയിൽ തമാശകൾ, നല്ല രീതിയിൽ അത് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് കുറച്ച് വലിച്ചു നീട്ടൽ അങ്ങായിട്ട് കാണാമെന്നുള്ളതല്ലാതെ നമുക്കൊരു സീനിന് എടുത്തു കഴിഞ്ഞാൽ ആ സീൻ നമുക്ക് അവസാനിപ്പിക്കുന്നതിനും കുറച്ച് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീനുകളും ഒരിച്ചിരി കയ്യിൽ നിന്ന് പോയ പോലുള്ള സംഗതികളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടുവേഴ്സ് ദ എൻഡ് നമ്മളൊന്ന് ഗ്രിപ്പിംഗ് ആയിട്ട് നിർത്തത്തക്ക രീതിയിലുള്ള ഒരു പരിപാടികളൊന്നും അതിനകത്ത് ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ പിടിച്ചിരുത്തത്തക്ക രീതിയിലോ നമ്മളെ ചങ്കുലയ്ക്കത്തക്ക രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളൊന്നും അതിനകത്തില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു മൂവിയാണ്. ഒരുപക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ പോലുള്ള വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള ഒരു വലിയൊരു മൂവിയോടൊപ്പം ഇത് ഇറങ്ങിയോണ്ടായിരിക്കാം ഇത് കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിർബന്ധമായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൂവിയാണ്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക.